അപ്പോൾ ദേ വളകാപ്പ് ചടങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. ഇന്നാണ് നമ്മുടെ വളകാപ്പ് ദിവസം. അന്ന് രാവിലെ നമ്മൾ വയറ്റു പൊങ്കാല ഇടും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊങ്കാലേനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ നന്ദു നല്ലോണം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പുലർച്ചെ എത്രയോ സമയമൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് വേണം നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ പുതിയ കലത്തിൽ ചന്ദനം എല്ലാം തേച്ചു, പിന്നെ ദേ വിളക്കെല്ലാം കത്തിച്ചു. ഈ മഞ്ഞത്ത് എഴുന്നേറ്റിട്ട് ഞാനൊരു 10 തുമ്മൽ ആദ്യം തന്നെ തുമ്മിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാണ് ഗൈസ്. തണുപ്പത്ത് ഇറങ്ങിയാൽ തുമ്മലായിരിക്കും. അങ്ങനെ ദേ ചൂട്ടെല്ലാം കത്തിച്ചു. അതിനുശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതും കാണുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ TV-യിൽ ആ ഒരു സമയം പൊങ്കാല ഇടുന്നതെല്ലാം കാണിക്കല്ലോ, അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. റോസാപ്പൂവിലൊക്കെ മഞ്ഞുതുള്ളികൾ വീണ് കിടന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു പൂവിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ദേ പൊങ്കാലയുടെ ഓരോ സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അരിയെല്ലാം കഴുകിയിട്ടു. പിന്നെ അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നന്ദുവിൻ്റെ മൈലാഞ്ചിയെല്ലാം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. പിന്നെ ദേ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ പഴമെല്ലാം അരിഞ്ഞിട്ടു, ശർക്കര എല്ലാം ചേർത്തു. നമ്മുടെ പൊങ്കാല ഇവിടെ റെഡി ആയിട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.